മോദിയുടെ റിപ്പബ്ലിക് ടിവിക്ക് ബദലായി രാഹുലിന്റെ ഹാർവസ്റ്റ് ടിവി വരുന്നു. പ്രധാന നിക്ഷേപകരായി കപിൽ സിബലും പി ചിദംബരവും ഒപ്പം DK ശിവകുമാറും നവീൻ ജിണ്ടാലും. ബർഖ ദത്തിനെയും രാജ്ദീപ് സർദേശായിയെയും മുഖമാക്കി മാറ്റാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. HTV എന്ന പേരിലുള്ള ചാനൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലോഞ്ച് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. പ്രമുഖരായ BJP വിരുദ്ധ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം സമീപിച്ചു കഴിഞ്ഞു. HTVയുടെ പ്രധാന മുഖമാക്കാൻ പ്രമുഖ മാധ്യമപ്രവർത്തക ബർഖ ദത്തിനെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഹാർവസ്റ്റിന്റെ നട്ടെല്ലാകാൻ രാജ്ദീപ് സർദേശായിയെയും പരിഗണിക്കുന്നു. ഇംഗ്ലീഷിനു പുറമെ ഹിന്ദിയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും ഹാർവസ്റ്റ് ആരംഭിക്കാനാണ് നീക്കം നടക്കുന്നത്. BJP പ്രചാരകരായ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിന് വെല്ലുവിളി ഉയർത്തിയായിരിക്കും ഹാർവസ്റ്റിന്റെ വരവ്. റിപ്പബ്ലിക് TV പൂർണ്ണമായും മോദി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3 വിജയം നേടിയെങ്കിലും ദേശീയ ചാനലുകൾ ഇപ്പോഴും മോദി അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മോദിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ മാധ്യമങ്ങൾ ധൈര്യം കാണിക്കണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ അടുത്തിടെ പറഞ്ഞിരുന്നു. ഈ സാഹചര്യം വിരൽ ചൂണ്ടുന്നത് ദേശീയ തലത്തിലെ മാധ്യമചേരി കൂടുതൽ BJP അനുകൂലമാണെന്ന് തന്നെയാണ്. ഹാർവസ്റ്റ് TVക്കായി 200 കോടിയാണ് ബീകോൺ മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് മുൻ ധനമന്ത്രി പി ചിദംബരം നൽകുമെന്ന് ലഭ്യമാകുന്ന വിവരം. കോൺഗ്രസുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന മാധ്യമ പ്രവർത്തകയാണ് ബർഖ ദത്ത്. ഇവരെ ദിവസേന ന്യൂസിന്റെ അവതാരകയാക്കി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇവരെ കൂടാതെയാണ് രാജ്ദീപ് സർദേശായിയെയും ചിദംബരവും കൂട്ടരും നോട്ടമിടുന്നത്. ബീകോണിന് നിലവിൽ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ് ചാനലുകളുടെ ലൈസൻസ് ഉണ്ട്. കൂടാതെ പ്രാദേശിക ഭാഷകളിലും ചാനൽ തുടങ്ങാനുള്ള ലൈസൻസും ഉണ്ട്. ചാനൽ കൂടാതെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് പുതിയ നീക്കവുമായി രംഗത്തിറങ്ങിയത്. ചിദംബരവും DK ശിവകുമാറും നവീൻ ജിണ്ടാലുമൊക്കെ ഒപ്പമുണ്ടെങ്കിലും കപിൽ സിബലാണ് ഇതിൽ പ്രധാനി. മുൻപ് സിബലിന്റെ നേതൃത്വത്തിലായിരുന്നു തെഹൽക്ക വാരികയും വെബ്സൈറ്റും തുടങ്ങിയത്. പിന്നീട് കോർപ്പറേറ്റ് യുദ്ധത്തിൽ അത് തകിടം മറിയുകയായിരുന്നു. തരുൺ തേജ്പാലിനെ മുഖമാക്കിയ തെഹൽക്കയ്ക്ക് മുൻപും BJPയെയും മോദിയെയും വെട്ടിലാക്കുന്ന നിരവധി വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന അഴിമതികളിലേക്കും കെടുകാര്യസ്ഥതകളിലേക്കും ഫോക്കസ് ചെയ്യാനാണ് ചാനൽ നീക്കം. നിലവിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ എക്സ്പ്രസും NDTVയും മാത്രമാണ് കുറച്ചെങ്കിലും കോൺഗ്രസിന് അനുകൂലമായി വാർത്തകൾ നൽകുന്നത്. കൂടാതെ ദ വയർ പോലുള്ള ഓൺലൈനുകളും മോദിയെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകൾ പുറത്തുവിടാറുണ്ട്. ബീകോൺ മീഡിയയുടെ കീഴിലുള്ള സംരംഭത്തിന് ലൈസൻസ് നൽകിയത് 2009 UPA സർക്കാർ ഭരണത്തിലിരിക്കുമ്പോഴാണ്. ബീകോൺ മീഡിയയെ സമീപിച്ചാണ് കോൺഗ്രസ് അനുകൂല ചാനൽ തുടങ്ങാൻ ചിദംബരവും കപിൽ സിബലും നീക്കം നടത്തുന്നത്. US ആസ്ഥാനമായ മീഡിയ പ്രൊമോട്ടേഴ്സാണ് ബീകോൺ മീഡിയ. ലളിത് കുമാർ ശ്രീവാസ്തവ, ജസ്വന്ത് കുമാർ ശ്രീവാസ്തവ എന്നിവരാണ് ഇതിന്റെ ഡയറക്ടർമാർ. ഇവരുടെ പിന്തുണയോടെയാണ് ഹാർവസ്റ്റ് TV തുടങ്ങുന്നത്. ഇവർക്ക് ഡിഷ് TVയുമായി ബന്ധപ്പെട്ടുള്ള ബിഗ് TV സർവീസുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ സംവിധാനങ്ങളോട് പാർട്ടി ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഇതിന് കാരണം പാർട്ടിക്ക് മുഖപത്രവും ചാനലുമുള്ള ഏക സംസ്ഥാനമായിരുന്നു കേരളം. ജയ്ഹിന്ദ് TVയും വീക്ഷണം പത്രവും കോൺഗ്രസിൻ്റെതായുണ്ട്. ജയ്ഹിന്ദിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ ഇടയ്ക്ക് ആലോചന നടന്നെങ്കിലും പിന്നീട് അത് വിജയിച്ചില്ല. ദേശീയ തലത്തിൽ നാഷണൽ ഹെറാൾഡ് പത്രം പ്രവർത്തനം തുടങ്ങിയിരുന്നു. റഫേലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നാഷണൽ ഹെറാൾഡ് വഴി പുറത്തു കൊണ്ടുവന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഹാർവസ്റ്റ് TVയുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്. കോൺഗ്രസ് സ്വന്തമായി ചാനൽ തുടങ്ങുമ്പോൾ മറ്റു ചാനലുകൾ കൂടുതൽ കോൺഗ്രസ് വാർത്തകൾ പ്രസിദ്ധീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അർണബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ചാനലുകൾ കളം പിടിക്കുമ്പോൾ ആ ചാനൽ യുദ്ധത്തെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കവും.